നമസ്കാരം, ഞാൻ സാജിൻ ചേച്ചിയാണ്. ഞാനിപ്പോ അൻവർ എന്ന് പറഞ്ഞ ഒരു ചെറുപ്പക്കാരൻ അതീവ ഗുരുതരാവസ്ഥയിൽ തൃശ്ശൂര് ആത്രയ ഹോസ്പിറ്റലിലെ വെന്റിലേറ്ററിൽ എടുക്കുന്ന ഒരു വീഡിയോ നിങ്ങൾക്ക് മുന്നിൽ നമ്മൾ കാണിച്ചിട്ടുണ്ടായിരുന്നു. ആ വീഡിയോയില് അക്കൗണ്ടിന്റെ തടസ്സം മൂലം ആകെ വന്നത് 5 ലക്ഷം രൂപകളാണ്. ഹോസ്പിറ്റലിൽ ഏകദേശം 10.5 ലക്ഷം രൂപയോടൊപ്പം ബില്ലടയ്ക്കാനുണ്ട്. തുടർ ചികിത്സയ്ക്ക് പണമില്ലാത്തതിന്റെ പേരിൽ ചികിത്സ മുടങ്ങിയിരിക്കുന്ന ഒരു ദയനീയ അവസ്ഥയിലാണ് അൻവറിന്റെ അവസ്ഥ. ദൈവത്തെ ഓർത്ത് ഇത് കാണുന്ന ആളുകളെല്ലാവരും മാക്സിമം നിങ്ങൾ പൊന്നു മോനെ സഹായിക്കണമെന്ന് വിനീതമായിട്ട് അഭ്യർത്ഥിക്കണം. 100% അർഹതപ്പെട്ട ഒരു കേസാണ്. പാവപ്പെട്ട കുടുംബമാണ്. നാട് മുഴുവനുണ്ടെങ്കിലും നമുക്ക് മതിയായ ഫണ്ട് കളക്ട് ചെയ്യാൻ സാധിച്ചിട്ടില്ല. ഏകദേശം 20 ലക്ഷം രൂപയോളം വേണം. ഒരു 5 ലക്ഷം രൂപയായിട്ടുള്ളൂ. ദൈവത്തെ ഓർത്ത് നിങ്ങൾ കാണുന്ന ആളുകൾ മാക്സിമം ഷെയർ ഇടെങ്കിലും സാമ്പത്തികമായിട്ടില്ലെങ്കിൽ ഷെയർ ചെയ്തിട്ടെങ്കിലും നിങ്ങൾ സഹായിക്കണമെന്ന് താഴോട് അപേക്ഷിക്കണം. സ്നേഹമുള്ളവര് നമസ്കാരം. ഞാൻ ചാവക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് നഫീസക്കുട്ടി വലിയകത്ത്. ഞാനിപ്പോൾ ഖലീഫ കോളനി 29 നമ്പർ വീട്ടിൽ താമസിക്കുന്ന സത്താർ എന്ന ദമ്പതികളുടെ വീട്ടിലാണ് ഇരിക്കുന്നത്. ഇവരുടെ മകൻ ആക്സിഡന്റ് ഉണ്ടായി വളരെ ഗുരുതരമായി പരിക്കേൽക്കുകയും ആ ആക്സിഡന്റിൽ തന്നെ ഒരാൾ ആ സ്പോട്ടിൽ വെച്ച് മരണമടയുകയും ചെയ്തു. ഇപ്പോൾ ഇവരുടെ മകന് വളരെയധികം ബുദ്ധിമുട്ടിലാണ്. തലയോട്ടി മാറ്റിവെക്കേണ്ട അവസ്ഥയിലാണ് അദ്ദേഹം ഇന്ന് കഴിയുന്നത്. ആ കുട്ടി 25 വയസ്സാ പൊന്നുമോന് ചികിത്സാ സഹായം ലഭിക്കുന്നതിന് വേണ്ടിയിട്ടാണ് നിങ്ങളുടെ മുന്നിൽ ഈ വീഡിയോ എടുക്കുന്നത്. അവർക്ക് സാമ്പത്തിക ശേഷി ഒന്നുമില്ല. പുന്നയൂർ ഗ്രാമപഞ്ചായത്തിൽ ഒരു സ്വന്തമായി ഭൂമിയോ ഭവനമോ ഇല്ലാത്ത ഒരവസ്ഥയിലാണ്. തൃശ്ശൂര് ആത്രയ ഹോസ്പിറ്റലാണ് ഈ അൻവറിന് ട്രീറ്റ്മെന്റ് നടത്തുന്നത്. 5 ലക്ഷം രൂപ അനുവദിച്ച് കിട്ടിയിട്ടുണ്ട് ജനങ്ങളിൽ നിന്ന്. ഇനി 15 ലക്ഷം രൂപ വേണം. ഇന്ന് മരുന്നില്ലാത്ത അവസ്ഥ വന്നിട്ട് ഡിസ്ചാർജ് ചെയ്യേണ്ട വക്കിലേക്ക് എത്തിയിരിക്കുകയാണ്. നിങ്ങളുടെ നാട്ടുകാരുടെ എല്ലാവരുടെയും സഹായം ഉണ്ടാകണം. ഇത് കേൾക്കുന്ന ഓരോരുത്തരും ഇവരെ അകമഴിഞ്ഞ് സഹായിക്കണമെന്നും അതിനോടൊപ്പം നിങ്ങളുടെ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തണമെന്നും വിനീതമായി അപേക്ഷിക്കുകയാണ്. പൈസ അടക്കാത്ത കാരണം എൻ്റെ മോന് പേര് വെട്ടിക്കൊണ്ടുപോയിക്കൊള്ളാനാണ് പറഞ്ഞത്. 15 ലക്ഷം ഉൾക്കൊന്നും ഞങ്ങൾക്ക് ഇപ്പോഴും ആയിട്ട് കിട്ടിയിട്ടൊന്നുമില്ല. എൻ്റെ മോർക്ക് നിങ്ങളെല്ലാവരും സഹായിക്കണം. പ്രിയപ്പെട്ടവരെ നമസ്കാരം. അൻവർ ചികിത്സാ സഹായവുമായി ബന്ധപ്പെട്ട് മുന്നൊരു വീഡിയോ ചെയ്തിരുന്നു. ഇവർക്ക് അതിൽ കാര്യമായ ഫണ്ട് ലഭിച്ചില്ല. ഏകദേശം 5 ലക്ഷത്തോളം രൂപയാണ് വന്നിട്ടുള്ളത്. 20 ലക്ഷം രൂപ ഹോസ്പിറ്റൽ ചെലവ് വരുന്നുണ്ട് എന്നാണ് ഹോസ്പിറ്റലിൽ നിന്ന് പറഞ്ഞിട്ടുള്ളത്. ഇനി ഏകദേശം ഇപ്പോൾ 5 ലക്ഷം രൂപ ബില്ല് അടക്കാത്തത് കൊണ്ട് ഹോസ്പിറ്റലിൽ നിന്ന് പറഞ്ഞിട്ടുള്ളത് അവരെ ഡിസ്ചാർജ് ചെയ്ത് പോയിക്കോളാണ് പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് ഈ കുടുംബം വേറെ പ്രയാസപ്പെട്ടിട്ടാണ് നമുക്ക് മുന്നിൽ ഇവിടെ നിൽക്കുന്നത്. എല്ലാവരും അകമഴിഞ്ഞ് സഹായിക്കണം എന്നാണ് ഒരിക്കൽ കൂടി നിങ്ങളോട് അഭ്യർത്ഥിക്കാനുള്ളത്. ഈ കുടുംബത്തെ നമ്മളാരും കൈവിടരുത്. ഒത്തൊരുമയോടെ ചേർത്ത് പിടിച്ച് അൻവർ എന്ന സഹോദരനെ ജീവിതത്തിൽ കൈപ്പിടിച്ചു നിർത്താൻ നമ്മളെല്ലാവരും ഒത്തൊരുമയോടെ കൂടി പ്രവർത്തിക്കണമെന്ന്, വേണ്ട സാമ്പത്തിക സഹായം ചെയ്ത് ആ കുടുംബത്തോടൊപ്പം നിൽക്കണമെന്ന് ഒരിക്കൽ കൂടി അഭ്യർത്ഥിക്കുക.